ഹായ് ഓൾ, വെൽക്കം ടു ASFB അക്കാഡമി. എൻ്റെ പേര് ജിജി. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ്. കുറെ പേർക്ക് ഡൗട്ടാണ്, 10ാം ക്ലാസ് മാത്രം മതിയോ? അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് എന്താ പറയാ, ITIയും കൂടി വേണം, 10ാം ക്ലാസ്സുകാർക്കൊന്നും റെയിൽവേ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന്. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ വന്നത് ഇന്നലെയാണ് വന്നത്. നിങ്ങൾക്ക് 23-ാം തീയതി മുതൽ എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. 23-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. ലൊക്കേഷൻ ക്രോസ് ഇന്ത്യ ആണ് ലൊക്കേഷൻ വരുന്നത്. നമുക്ക് സോൺ ടൈപ്പ്, സോൺ വൈസ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ വേക്കൻസീസ് എത്രയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 32,438 വേക്കൻസീസ് ആണ് ഉള്ളത് കേട്ടോ. 32,438 വേക്കൻസീസ് ആണ് ഇതിന്റെ വരുന്നത്. ഇത്രയും വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഏത് പോസ്റ്റിലേക്കാണ് ഇത്? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, ഒറ്റൊരു എക്സാം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റ് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് 18,000 രൂപയാണ് ഇതിന്റെ സാലറി ആയിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും പോസ്റ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ, പോസ്റ്റ്മാൻ, അതുപോലെ പോസ്റ്റ്മാൻ അല്ല, പോയിന്റ്സ്മാൻ, അതുപോലെ അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻറ്റെയിനർ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ആൻഡ് അസിസ്റ്റന്റ് TL ആൻഡ് AC. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ എല്ലാ പോസ്റ്റുകളും SSLC മാത്രമല്ല, ഇതിൽ ടെക്നിക്കൽ പോസ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഓപ്പറേഷൻസിലും ഇതിന്റെ പല ഡിപ്പാർട്ട്മെന്റിലും നോക്കുമ്പോൾ കുറച്ച് ടെക്നിക്കൽ പോസ്റ്റുകൾക്കൊക്കെ എന്ത് വേണം, 10ാം ക്ലാസ്സിന്റെ കൂടെ ITIയും കൂടി വേണം. പോയിന്റ്സ്മാൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻറ്റെയിനർ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, 10th മാത്രം ക്വാളിഫിക്കേഷൻ മതിയാവും. അപ്പോ 10th മാത്രമുള്ളവർക്കും നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ITI എന്ന് പറയുന്നത് ചില ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് മാത്രമാണ് ITI ആവശ്യമുള്ളൂ. അതുകൊണ്ട് 10th മാത്രമേ ഉള്ളൂ. ITI ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്തായിരുന്നു, എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപേക്ഷിക്കാതിരിക്കരുത്. നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു, നാളെ മുതൽ അപേക്ഷിക്കാം. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവരും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നാളെ മുതലാണ് അപേക്ഷിക്കുക. ഫെബ്രുവരി 22-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തായിരുന്നു അപേക്ഷിക്കാവുന്നതാണ്. ഫെബ്രുവരി 22-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഉള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. സോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഇതിന്റെ ഫീ പേയ്മെന്റ് അടയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലിക്കേഷൻ ഫീ ടു പേ അപ്ലിക്കേഷൻ ഫീ എന്തായിരുന്നു, 24 ഫെബ്രുവരി ആണ്. 24 ഫെബ്രുവരി ആണ്. അപ്പൊ 24 ഫെബ്രുവരി രാത്രി 11:59, 12 മണിക്ക് മുമ്പ് എന്തായിരുന്നു ഫീ അടയ്ക്കണം. ഫീസ് വരുന്നത് 500 രൂപയാണ് ജനറൽ കാറ്റഗറിയിലെ മെയിൽ കാൻഡിഡേറ്റിന് കൊടുക്കേണ്ടത്. ഇനി അത് ഫീമെയിൽ ആയിക്കോട്ടെ, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, SC/ST ആയിക്കോട്ടെ, PWBD ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്തായിരുന്നു നിങ്ങൾക്ക് ഫീസ് 500 രൂപയില്ല, 250 ആണ്. അപ്പൊ ഇതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊന്നും കരുതണ്ട. കാരണം എക്സാം എഴുതി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. ഇപ്പൊ നിങ്ങൾ 500 രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപയും തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ 250 രൂപ നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അല്ലെ, ബാങ്ക് ചാർജസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ശരിയാണ്. പക്ഷെ അല്ലാത്ത പക്ഷം ബാക്കിയുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ അപ്ലൈ ചെയ്തു, എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തണൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനും എന്തായിരുന്നു നമുക്ക് ഇവിടെ അവസരമുണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 25 ഫെബ്രുവരി മുതൽ 6 മാർച്ച് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഈ ഡേറ്റിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിപ്പോയെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് തിരുത്താനുള്ള സമയമാണ്, നിങ്ങൾക്ക് അത് തിരുത്താം. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ നമുക്ക് ഉണ്ട്. സാധാരണ നോർമലി അങ്ങനെയുള്ള ഫെസിലിറ്റി അധികം ഉണ്ടാവാറില്ല. ഇപ്പൊ PSC ഒക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറ്റിയെന്നെ. പക്ഷെ റെയിൽവേയുടെ ഒക്കെ അങ്ങനെ തിരുത്താനുള്ള നമുക്കൊരു കറക്ഷൻ വിൻഡോ ഒരു ഓപ്പൺ ചെയ്തു വരും ഇൻ ബിറ്റ്വീൻ ഈ ഡേറ്റിൽ. അപ്പൊ അതിനുള്ളിൽ എന്തായിരുന്നു നിങ്ങൾക്ക് തിരുത്താനുള്ള സമയമാണ്, നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കുക. 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷിക്കുക. നിങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഇത് അറിയാത്ത കുറെ പേരുണ്ടാവും. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ PSCയിൽ അത്യാവശ്യം നല്ല ഫെമിലിയർ ആണ്. പക്ഷെ റെയിൽവേ, SSC എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും ബാക്കൗട്ട് ആണ് നിൽക്കുന്നത്. കുറെ പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്, എങ്കിലും ഒത്തിരി പേർക്ക് ഇതിനൊന്നും അവയർനെസ് ഇല്ലാതെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും എന്തായാലും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാം.
ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ലൈക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. പിന്നെ കൂടാതെ നിങ്ങളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റും ഒക്കെ ഉൾപ്പെടെയാണ്. നിങ്ങളുടെ പഠനത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കാൻ പറ്റും എന്നതിനനുസരിച്ചാണ് നമ്മുടെ കോഴ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതനുസരിച്ചിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ മറ്റൊരു കാര്യം, ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് JIJI20 എന്ന് പറയുന്ന കോഡ് കൂടി ഉപയോഗിക്കണം കേട്ടോ. ഇത് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി പർച്ചേസ് ചെയ്യാം. ഓക്കെ, ബൈ.